സോ ഹേ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഐ ആം ഇർഫാക്സ്. ഇവിടെയാണ് ഈ മാർഷ്മെല്ലോ ആണ് ഈ ബെഡിൽ കയറി കിടന്ന ജോലിയും കൂലും ഇല്ലാതെ ഇവിടെ പ്രകൃതി നോക്കി ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. ഈ ഒരു ഒറ്റ കിടപ്പ് കാരണം ഒരു പരിപാടിയും പോലും മാനേജ് ചെയ്യാനുള്ള സമയം കിട്ടണില്ല. സോ ഇവൻക്ക് ഇട്ട് നമുക്കൊരു പണി കൊടുക്കാം. പണി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ജോലിയെങ്കിലും ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഇവൻക്ക് ചെറിയൊരു വരുമാനം കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഇപ്പം എന്തായാലും കൈസ് ഓടാനായിട്ട് പോവാം. വെറുതെ എന്തായാലും വെയിലിരിക്കാനല്ലേ. ഇപ്പം സമയം എത്രയാ? 24 മണിയായി. ഓക്കെ, ഈ സമയത്തൊക്കെ നടക്കുന്നതും ഓടുന്നതൊക്കെ ആയിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നേരത്തെ അല്ലേ. എന്തായാലും ഇപ്പോൾ ഫോൺ എന്തായാലും എടുത്തു വെക്കാം. ഞാൻ അധികം ഐഫോൺ കളിച്ച് ഞാൻ ഇനി ഷോ കാണിക്കണില്ല, ആൻഡ്രോയിഡ് ആണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് പെണ്ണുമുള്ളേനോട് പറയാം. ഇതെന്താണ് ടി വിയിൽ എന്തൂട്ട് ഈ കണ്ടുകൊണ്ടിരിക്കണ വൈറ്റ് സ്ക്രീനാണ്? അതെ, എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുണ്ട്. ഞാനൊന്ന് പുറത്തേക്കൊന്ന് ഓടാൻ പോയിക്കോട്ടെ. എന്റെ പൊന്നു മനുഷ്യൻ, നിങ്ങൾ ഓടാനോ ചാടാനോ എവിടെയാണെന്ന് വെച്ചപ്പോ നിങ്ങൾ ജോലിക്ക് പോകാണെങ്കിൽ വലിയൊരു ഉപകാരം ഉണ്ടായിരുന്നു. ഓടണേൻ്റെ ഒപ്പം ജോലിയും അന്വേഷിക്കാം. ഈ സമയത്ത് ജോലിയല്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണം. നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ പോവാൻ നോക്ക്. ഓക്കെ, എന്നാൽ ഞാൻ ഒന്ന് പോട്ടെ. ഞാൻ നന്നാൻ തീരുമാനിച്ചു. ഓക്കെ ഗൈസ്, അങ്ങനെ നമുക്ക് പുറത്തേക്ക് പോവാം. ഗൈസ് എന്തായാലും നമുക്ക് നേരെ പുറത്തേക്ക് എന്തായാലും പെട്ടെന്ന് പോവാം. ഗൈസ് ഒരുപാട് രാത്രിയാണെന്ന് തോന്നണില്ലേ? അല്ലെങ്കിൽ പകരാവാൻ പോണേ ആയിരിക്കും, അല്ലെങ്കിൽ രാത്രി ആയിരിക്കും. എനിക്കൊന്നും മനസ്സിലാവണില്ലേ ഗൈസ്. നമുക്ക് എന്തായാലും പുറത്തേക്ക് ഇറങ്ങാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ വന്നിരിക്കുകയാണ്. പക്ഷേ ഞാൻ വന്നേക്കണത് ഇപ്പം ഗ്യാരേജിലാണ്. ഗ്യാരേജിൽ എൻ്റെ കാറുകൾ കാണാനൊന്നും ആഗ്രഹം. എൻ്റെ സുപ്ര ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ. ഇനി എനിക്ക് ഇതും കണ്ട് ആസ്വദിക്കാൻ എനിക്കിനി സമയമില്ല. ഞാൻ എന്തായാലും പിന്നെ സൂപ്പർ എടുക്കാം. ഇപ്പം നമുക്ക് ടൈമില്ല ഗൈസ്. അതുപോലെ തന്നെ വീഡിയോയിലൊക്കെ പോകുന്നതിന് മുമ്പ് ലൈക്ക് അടിക്കാത്തതുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി ലൈക്ക് അടിച്ചോടിക്കുക. നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഇങ്ങനത്തെ അടിപൊളി ഗെയിം പ്ലേ റിലേറ്റഡ് വീഡിയോസ് അപ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. സോ ലെറ്റ്സ് ഗോ ഓൺ ദി വീഡിയോ ഗൈസ്. നമുക്ക് എന്തായാലും പുറത്തേക്ക് പോവാം ഗൈസ്. അപ്പോൾ ഫൈനലി ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മളിപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. എന്തായാലും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ഓടിത്തുടങ്ങാം. ഈ സമയത്ത് ഒറ്റ മനുഷ്യന്മാരെയും കാണുന്നില്ല, ഒറ്റ കാറുകളും കാണുന്നില്ല. ഈ സമയമായതുകൊണ്ടായിരിക്കും ഒറ്റ ഒരെണ്ണത്തിനെയും കാണാത്ത. ബട്ട് ബ്രോ, ഈ ഒരു ഓടണേന് വൈബ് അത് വേറൊരു ചിൽ ഫീലിംഗാ ബ്രോ. നമുക്ക് മെട്രോ സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ട് വന്നാലോ? അതാണ് ഈ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സോ ഇപ്പോൾ മെട്രോ സ്റ്റേഷൻ ഞാൻ ഇപ്പോൾ എങ്ങനെ അന്വേഷിക്കും? ഫസ്റ്റ്ലി നമ്മൾ ആരെങ്കിലും ഒരാൾ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. ഏതൊരു ഒരു സ്ട്രേഞ്ചേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് ആൻസർ പറയും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അത് ഈ ഒരു നാടായതുകൊണ്ടാവാം. കിട്ടിയ മോനെ ഒരാൾ കിട്ടിയിട്ടുണ്ട്. അവൻ ഇങ്ങനെ ഇവിടെ നടന്നു കൊണ്ടാണ് നമ്മളിങ്ങനെ മൈൻഡ് ചെയ്തിട്ട് ചേട്ടാ ഒന്ന് നിൽക്കുന്നു. ചേട്ടാ ഒന്ന് നിൽക്കാൻ പറ്റുമോ? ഒരു അത്യാവശ്യം ആയതുകൊണ്ടായിരുന്നു. നമുക്ക് വേറെ അത്യാവശ്യം ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ നടക്കണത്. ചേട്ടാ അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ മെട്രോ സ്റ്റേഷൻ എവിടെയായിട്ടോ? മെട്രോ സ്റ്റേഷൻ കയറാൻ വേണ്ടിട്ട് ഇവിടെ നമ്മൾ നേരെ പോവാ. അതിന് ഫസ്റ്റ് കാണുന്ന ലെഫ്റ്റ് ബിൽഡിംഗ്. ഓക്കെ ചേട്ടാ, താങ്ക് യു ചേട്ടാ. എനിക്ക് വേറെ എന്തെങ്കിലും അറിയണോ? വേണ്ട ചേട്ടാ, ഒന്നും അറിയണ്ട. എന്തായാലും താങ്ക്സ് ചേട്ടാ. ഇവിടെ നിന്ന് ലെഫ്റ്റ് അല്ലേ? ആടാ മോനെ, അവിടെ നിന്ന് നീ നേരെ പോയിക്കോ. ഈ ധൈര്യം. ഓക്കെ ഗായ്സ്, അങ്ങനെ നമുക്ക് നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് പോകണം. ആ നേരെ കാണുന്നതാണ് മെട്രോ സ്റ്റേഷൻ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെ നിന്ന് നേരെ ലെഫ്റ്റിലത്തെ ബിൽഡിംഗ് എന്നല്ലേ പറഞ്ഞു. ഇത് തന്നെ ആവാം ഗൈസ്. എന്തായാലും നമുക്ക് മെട്രോ സ്റ്റേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ബട്ട് ഇവിടെ ലൈറ്റിംഗ് ഉണ്ട്, അടിയിൽ ലൈറ്റിംഗ് ഇല്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ആയതുകൊണ്ടാവാം ഇവിടെ ഒന്നും ലൈറ്റിംഗ് ഇല്ലാത്തത്. ഗൈസ് നല്ല വൈബാണല്ലേ ഇവിടെ വരുമ്പോൾ തന്നെ. ഇവിടെ കണ്ട അവിടെ ആൾക്കൂട്ടം അവിടെ നിൽക്കുന്നുണ്ട്. ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റിങ്ങിലായിരിക്കും. അവിടെ ആരൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരു പിച്ചക്കാരൻ അവിടെ കിടക്കുന്നുണ്ട്. പൈസ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു പാവപ്പെട്ട മനുഷ്യന് കൊടുക്കാമായിരുന്നു. പക്ഷേ പൈസക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ നടക്കുന്നത്. എന്തായാലും ഗൈസ്, ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഇവിടെ കുറച്ച് നേരം നടക്കാം. അതായിരിക്കും നല്ലത്. ഇത്ര നേരം ഓടെയാണ് ചെയ്തത്. നമുക്ക് കുറച്ച് നേരത്തേക്ക് ഇനി നമുക്ക് നടക്കാം. ഹലോ, ആരാണ്? മനസ്സിലായില്ല. നിങ്ങൾക്ക് എന്റെ ഒപ്പം ഒരു ഗെയിം കളിക്കാൻ താല്പര്യമുണ്ടോ? എന്ത് ഗെയിമാ ബ്രോ? എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ഈ ഒരു ഗെയിമിന്റെ ഒരു സ്റ്റുഡിയോ, നിങ്ങളുടെ സകല ഡീറ്റെയിൽസും എന്റെ കയ്യിലുണ്ട്. നിങ്ങളുടെ പേര് മാർഷ്മെല്ലോ. നിങ്ങൾ റൂം റെന്റിനടുത്ത് താമസിക്കുന്നു. നീ ഇപ്പോൾ നടക്കുന്നത് ജോലിക്കും വേണ്ടിയാണെന്നുള്ള കാര്യവും എനിക്കറിയാം. ബ്രോ വാട്ട്? ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്കറിയാം? ഗെയിം സിമ്പിൾ ഗെയിമാണ്. ഇത് നമ്മുടെ മൂന്നക്കടിച്ചുള്ള കളിയൊന്നുമല്ല. ഒന്നും ചെയ്യാനില്ല. ഞാനൊരു നമ്പർ തരാം. ആ ഒരു നമ്പറിലേക്ക് അടുത്ത രാത്രിയിൽ നിങ്ങളൊന്ന് കോൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് ലഭിക്കുന്നത് $1 ബില്യൺ. $1 ബില്യൺ ബ്രോ? ജസ്റ്റ് ഒരു ഫോൺ കോളി തന്നെയാ? ഈ ഒരു നമ്പർ പറയണ പോലെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ ചെയ്താൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾക്കിപ്പോൾ കിട്ടിയേക്കണത്. ഇതെന്തായാലും നിങ്ങൾ മിസ് ചെയ്യാണ്ടിരിക്കുക. ബ്രോ, എനിക്ക് $1 ബില്യൺ പെട്ടെന്ന് കിട്ടിയായിരുന്നെങ്കിൽ ജോലിക്കും പോകേണ്ട ആവശ്യമില്ല. എന്തൊക്കെ ചെയ്യാലേ? ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ നമ്പർ സേവ് ആക്കി വെക്കട്ടെ. ആ നമ്പർ പറഞ്ഞു 6 ഓക്കെ 6. ഇത്രേ ഉള്ളൂ? എന്തായാലും നിങ്ങൾക്ക് കിട്ടിയത് ഭയങ്കര റെയർ നമ്പർ തന്നെയാണ്. നമുക്ക് എന്തായാലും പിന്നെ കാണാം. നാളെ എന്തായാലും ഞാൻ വിളിച്ചേക്കാട്ടോ. ശരി എന്നാൽ ബൈ. ബ്രോ, എനിക്കെന്നെ സത്യത്തിൽ വിശ്വസിക്കാൻ പറ്റണില്ല. ഒരൊറ്റ കോളിൽ ഈ ഒരു 3 ഡിജിറ്റ് നമ്പറിലേക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ ചെയ്യണ പോലെ നമ്മൾ ചെയ്യുക. $1 ബില്യൺ ഈസി ബ്രോ. ഇതിപ്പോൾ ആരും അറിയാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഉടായ്പ പരിപാടിക്ക് ഉടായ്പ പരിപാടി. എന്തായാലും ഇവിടെ ഇരിക്കണേലും ഭേദം പോലെ പൈസയും ഉണ്ടാക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ നമ്മളിപ്പോൾ സിറ്റി വന്നേക്കാണ് ഗൈസ്. ഇനി നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാം. പറഞ്ഞതുപോലെ പകലായല്ലേ, പകലായത് അറിഞ്ഞിട്ടും കൂടി ഇല്ല.
എന്തായാലും ഗൈസ് നമുക്ക് പെട്ടെന്ന് തന്നെ ഓടാം. എന്നാലും ഗൈസ് എങ്ങനെ ഒരു 3 ഡിജിറ്റ് നമ്പർ വഴി ഇത്രയും പൈസയാ? നമ്മുടെ പെണ്ണും പുള്ളേനോട് പറയണോ? വേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ അതിനും വലിയ വള്ളിയാവും. ഗൈസ് ഇനി നൈസായിട്ട് ഒന്നും അറിയാത്ത പോലെ അവിടെ നടന്നു പോവാം, അതായിരിക്കും നല്ലത്. അവരെന്നോട് എന്താ പറഞ്ഞ? അടുത്ത രാത്രിയിൽ കോൾ ചെയ്യാനല്ലേ പറഞ്ഞ? അടുത്ത രാത്രി ആയല്ലോ. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്ക് ഇപ്പം സമയം എത്രയാണെന്ന് നോക്കാം. സമയം എത്ര? 24 മണി. ഇന്നലെ ഈ നേരത്തേക്കാർന്ന് നമ്മൾ ഇറങ്ങിയത്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് എന്തായാലും അവരെ വിളിച്ചു നോക്കാം. ഓക്കെ, അവരുടെ അടുത്തൊന്ന് ഹലോ. നിങ്ങൾ എന്നെ ഇന്നലെ കണ്ട വ്യക്തിയാണ്. ഞാൻ ഗൂഗിൾ മാപ്പിൽ ഞാൻ ഡയറക്ഷൻ ഇട്ടുതരാം. അവിടേക്ക് ജസ്റ്റ് ഒന്ന് റീച്ച് ആയാൽ മതി. ഞാൻ വാനിൽ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എവിടെയായിട്ടാണ് വന്നത്? ലോസ് ഏഞ്ചൽസിന്റെ ഒരു ഭാഗമാണ്. അവിടേക്ക് നിങ്ങളൊന്ന് വന്നാൽ മതി. അപ്പൊ ശരി. കോള് കട്ട് ചെയ്തോ? ഗൈസ് എന്തായാലും നമുക്ക് ഇനി പുറത്തേക്ക് പോവാം. ഓക്കെ, പെണ്ണുമുള്ളേനോട് അങ്ങനെ തന്നെ പറഞ്ഞിട്ട് പോകാതായിരിക്കും നല്ലത്. ഓക്കെ ഗൈസ്, ഫൈനലി അവർ പറഞ്ഞ മാപ്പിൽ നമ്മളിപ്പോൾ റീച്ച് ആയിട്ടുണ്ട്. സോ ഈ ഒരു വാൻ്റെ കേസായിരിക്കും അവർ പറയണത്. അവിടെ ഒരു ചാരിയൊക്കെ നിൽക്കുന്നുണ്ട്, ഒന്ന് മുട്ടി നോക്കാം. ചേട്ടാ, നിങ്ങൾ മറ്റേ സ്റ്റുഡ് ഗെയിമിലത്തെ ആരെങ്കിലും ആണോ? എന്തോ ഏട്ടാ മനസ്സിലായില്ല. പെട്ടെന്ന് കയറാൻ നോക്ക്, സമയങ്ങളല്ലേ. ആ ഓക്കെ, നിങ്ങൾ മറ്റേ സ്റ്റുഡ് ഗെയിമിലുള്ളവരാണ്. ഓക്കെ, ഞാൻ ഇപ്പൊ കേറാട്ടോ. എന്തോ ഇത് പട്ടാളക്കാരാണ് സ്റ്റുഡ് ഗെയിമിലുള്ളത്? പട്ടാളക്കാർ ഗെയിംസിനൊക്കെ കളിക്കോ? കൊള്ളാലിത്. ഒരു വള്ളിക്കൊത്ത കേസിന്റെ കാര്യം പറഞ്ഞാൽ എന്തീരാവട്ടെ, നമുക്കൊന്നൊരു ബന്ധൂർ ചൊല്ലുക. ഹലോ സാർ, ഇതെങ്ങോട്ടാ പോണത്? നിങ്ങൾ റോങ് വേ കൂടെയാണോ പോണത്? മിണ്ടാതിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇനിയിപ്പോ തീർക്കും. അയ്യോ, ഒന്നും ചെയ്യണ്ട. മിണ്ടായിരുന്നോളാം. നല്ലൊരു ഉറക്കം ഇറങ്ങി എണീക്കാം. ഇതേത് സ്ഥലം? ഇതെന്തോ ഇത് കടലിന്റെ നടുക്കിലാണോ നമ്മള്? ഒറ്റ സ്ഥലവും കാണില്ല. സാർ, ഇതേത് സ്ഥലം? ഹലോ സാർ, ഇതേത് സ്ഥലം? ഒന്ന് പറയോ? മാറി നിൽക്കണം, ഞാൻ ഇത് ഓടിച്ചോണ്ടിരിക്കണേ. ഓക്കെ, സോറി. നമുക്കിനി അടുത്ത ആളോട് നമുക്ക് ചോദിക്കാം. ചേട്ടന്മാരെ, ഇതേത് സ്ഥലം ഒന്ന് പറഞ്ഞു തരൂ. ഇതാണ് സ്റ്റുഡ് ഗെയിം. അയ്യോ, ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവണില്ലല്ലോ. സാറെ ഒന്ന് പറഞ്ഞു തരുമോ? എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യങ്ങളൊന്നും പറഞ്ഞാ എന്താ സംഭവം എന്നൊന്ന് പറഞ്ഞു തരുമോ? നമ്മുടെ ഗെയിമിന്റെ ഒരു റൂൾ എന്ന് പറഞ്ഞ ഇതാണ്: നമ്മൾ മറ്റുള്ളവർക്ക് നമ്മുടെ സ്ഥാപനത്തിന്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് പാടില്ല. നീ ഇപ്പൊ തൽക്കാലത്തേക്ക് ഇപ്പൊ അവിടെ കയറുന്നു, എനിക്കിനൊന്നും ചെയ്യാൻ പറ്റൂലെന്നറിയാറാ. അവിടെ കയറുന്നോറിങ്ങിക്കോ. അയ്യോ, ഇതേതാ സ്ഥലം? ഇതെന്താ ഫുള്ളി ഇരുട്ടായിരിക്കണം? ഇവിടെ ഒറ്റ മനുഷ്യനെ കാണില്ല. ബ്രോ, ഞാനിവിടെ പെട്ടിരിക്കണത്. ഹലോ, ആരെങ്കിലും ഉണ്ടോ? ഹലോ. ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവണില്ല ഗൈസ്. ഓക്കെ, ഇവിടെ ടൈമൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഇതാണ് സ്റ്റുഡ് ഗെയിം എന്ന് പറയുന്ന സംഭവം. ഇവിടെ ഫ്രണ്ടിലായിട്ടൊരു ഡോറൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും അവിടെ കയറി വെക്കാം. ഗൈസ്, പരത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഏതൊരു വലിയൊരു ജീവി നിൽക്കണ പോലെ തോന്നുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്തായാലും ഗൈസ് നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ കയറിയിട്ടുണ്ട്. ഇതാണ് സ്റ്റുഡ് ഗെയിം, ഇതാണ് സംഭവം. ഈ ഒരു കളി കളിച്ചാലാണ് $1 ബില്യൺ കിട്ടണത്. എനിക്കൊന്നും മനസ്സിലാവണില്ല. റെഡ് ലൈറ്റ്, ഗ്രീൻ ലൈറ്റ് എന്ന് അവിടെ എഴുതിയുണ്ട്. Hello ladies and gentlemen. So today we are going to play red light, green light. Basically ഈ ഒരു ഗെയിമിൽ റൂൾ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ലൈറ്റിന് പറയുമ്പോൾ നിങ്ങൾ റൺ തന്നെ വർക്ക് ചെയ്യണം. റെഡ് ലൈറ്റിന് പറയുമ്പോൾ സ്പോട്ട് ചെയ്ത് തന്നെ നിങ്ങൾ സ്റ്റോപ്പ് ആകണം. സ്റ്റോപ്പ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് മരണം സംഭവിക്കും. അതായത് നിങ്ങൾ റെഡ് ലൈറ്റിന് പറയുമ്പോൾ സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യും. റിസ്ക് പിടിച്ച കളിയാണ്. ഒറ്റ മൈൻഡ്, ഒറ്റ ഓട്ടം. ഓക്കെ, ഗ്രീൻ ലൈറ്റ്, റെഡ് ലൈറ്റായി. ഓക്കെ ഗൈസ്, ജസ്റ്റ് കാം ഡൗൺ. നമ്മളിങ്ങനെ അനങ്ങാണ്ടിങ്ങനെ നിന്നാൽ മതി. ഓടിക്കോ. അതായത് ഗൈസ്, നമ്മളിത് കെയർഫുള്ളായിട്ട് കളിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. കണ്ടോ, ഇതുപോലെ അങ്ങോട്ട് കളിച്ചു പോയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജയിക്കാൻ പറ്റും. ഓക്കെ, ഓടിക്കോ. അഥവാ റെഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മരണം സംഭവിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ജസ്റ്റ് മിസ്സാറുന്നത്. നമ്മൾ ജയിക്കാറായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ ഗൈസ്, നമ്മൾ ജയിച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റത്തെ ഗെയിം കളിച്ചപ്പോൾ എന്നെ എങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇത് അവിടെ ആരൊക്കെ നിൽക്കുന്നുണ്ട്? സോൾജേഴ്സ് ആണെന്ന് തോന്നുന്നു. ഹലോ സാർ, എനിക്ക് ചെറിയൊരു ഹെൽപ്പ് വേണം. ഈ ഒരു ഗെയിമിന് ബേസിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പുറത്ത് കിടക്കാനായിട്ട് പറ്റൂല. ഈ ഒരു ഗെയിമിൽ ഓരോ പ്ലേയേഴ്സ് ചാവുന്നതോറാണ് പൈസ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് വന്ന പ്ലേയേഴ്സിന് മാത്രം നമ്മൾ $1 ബില്യൺ നമ്മൾ കൊടുക്കുന്നതാണ്. ഇനി ആ ഒരു $1 ബില്യൺ എവിടെയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിഗ്ഗി ബാങ്ക് നിങ്ങൾക്ക് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയോ? മേളിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ടേൺ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പിഗ്ഗി ബാങ്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ ഗൈസ്, അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതാണ് ആ ഒരു പിഗ്ഗി ബാങ്ക് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇതിലാണ് നമ്മുടെ $1 ബില്യൺ ഒക്കെ വന്നതാണെന്ന് അവർ പറയണത്. ഗൈസ്, അപ്പോൾ നമ്മളിത് ഒരുപാട് ലെങ്ത് ഒന്നും ആക്കണില്ല ഗൈസ്. നിങ്ങളപ്പോൾ ചെയ്യേണ്ട വേറെ ഒന്നുമല്ല. പാർട്ട് 2 വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്സിമം ഷെയർ ചെയ്യാം. നമ്മളിത് മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ റെക്കോർഡൊക്കെ ചെയ്തേക്കുന്നത്. സോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ അമർത്തിയാൽ മാത്രമാണ് ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. സോ ഗുഡ് ബൈ.